2020 ലോകകപ്പ് അടുക്കാനിരിക്കെ ഇന്ത്യൻ ടീമിൽ വിക്കറ്റ് കീപ്പറിൻ്റെ കാര്യം ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. 2-3 മാസം മുമ്പ് സഞ്ജു ആണ് ഈ ഫേവററ്റ്. ഇപ്പോൾ ജിതേഷ് ശർമ്മയ്ക്കാണ് കൂടുതൽ അവസരം കിട്ടുന്നത്. ദീർഘകമ്പിൽ വന്നവർ സഞ്ജുവിൻ്റെ ഭാവി മാറി എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ലോകകപ്പിനോട് അടുക്കുന്ന ഈ സമയത്ത് ജിതേഷ് ശർമ്മനെയാണ് അവർ ടീമിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന ദക്ഷിണാഫ്രിക്ക പര്യടനത്തിൻ്റെ ആദ്യ T20യിലും കഴിഞ്ഞ പരമ്പരയായ ഓസ്ട്രേലിയ പര്യടനത്തിലും T20യിൽ ജിതേഷ് ശർമ്മയാണ് വിക്കറ്റിൻ്റെ പിന്നിൽ ഇന്ത്യക്കായി വിക്കറ്റ് കാത്തത്. സഞ്ജു മിന്നുന്ന ഫോമിലായിട്ടും സഞ്ജുവിന് അവസരം കൊടുക്കാതെ ജിതേഷ് ബാക്ക് ടു ബാക്ക് കളിപ്പിക്കുന്നതും വലിയ വിമർശനമാണ് BCCIക്ക് നേരെ സീനിയർ താരങ്ങൾ ഉയർത്തുന്നത്. മാത്രമല്ല ഗില്ല് അട്ടർ ഫ്ലോപ്പാണ്. ഇപ്പോൾ കുറേയായിട്ട് ഗില്ല് ബാറ്റിങ്ങിന് ഫോമല്ല, സൂര്യകുമാർ യാദവ് ബാറ്റിങ്ങിന് ഫോമല്ല എന്നിരിക്കെ സഞ്ജുവിന് അവസരം കൊടുക്കാതെ സഞ്ജുവിന് ബെഞ്ചിലെടുത്തിരിക്കുന്നത് മുൻ താരങ്ങൾ ചോടിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2ാം T20യിലും സഞ്ജുവിന് അവസരം കിട്ടുന്ന കാര്യം സംശയമാണ്. ടീമിൻ്റെ ജാൻസിന് വേണ്ടി സഞ്ജു ആയിട്ടുള്ള മത്സരത്തിനെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജിതേഷ് ശർമ്മ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾക്ക് പോകണ നമ്മുടെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സഞ്ജു സാംസൺ താനുമായി ഒരു മത്സരവും ഇല്ല എന്ന് ശർമ്മ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം എനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ്. സഞ്ജു സാംസൺ എന്നേക്കാളും മികച്ചൊരു കളിക്കാരനാണെന്നും സഞ്ജുവിൻ്റെ ഒപ്പം പിടിച്ചിരിക്കാൻ താൻ കഷ്ടപ്പെടണമെന്നും ശക്തമായ ഒരു കളിക്കാരനാണെന്നും അപ്പോൾ സഞ്ജു പൂർണ്ണ കഴിവെടുത്തും കളിച്ചാൽ മാത്രമാണ് സഞ്ജുവിൻ്റെ മുന്നിലേക്ക് സെലക്ഷൻ കിട്ടുകയുള്ളൂ എന്ന് ജിതേഷ് ശർമ്മ അറിയിച്ചു. താനും സഞ്ജു ഭയങ്കര സുഹൃത്തുക്കളാണെന്നും ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയില്ല, ഞങ്ങൾ ടീമിലെത്താൻ വേണ്ടി പോരാടുന്നു ഗെയിം ഗ്രൗണ്ടിൽ, അല്ലാതെ ഞങ്ങൾ ടീമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം അറിയിച്ചു. ഞങ്ങൾ ആശയങ്ങൾ പറഞ്ഞു നോക്കാറുണ്ടെന്നും വിക്കറ്റ് കീപ്പിംഗ് ബാറ്റിംഗ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നും താനും സഞ്ജുവും തമ്മിൽ ഡിസ്കഷൻ നടത്താറുണ്ട് എന്നും ജിതേഷ് ശർമ്മ പറഞ്ഞു. അപ്പം അടുത്ത കളി നന്നായിട്ട് കളിക്കും, സഞ്ജുവിന് അവസരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഗില്ലിൻ്റെ ഫോം ഔട്ട് കാരണം സഞ്ജുവിനെ ഇപ്പോൾ ഓപ്പണിലേക്ക് കൊണ്ടുവരാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം.